ചേച്ചി കൊറേ പോവാനുണ്ടോ? ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത്. എന്നെ കണ്ട ബഹളം വെക്കും, ഞാൻ മാറി നിൽക്കാം. ഞാൻ ഡോക്ടർ ഷിബി ഡോർ എന്തിനാ എന്നെ പിടിച്ചോണ്ടോ? ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ അല്ലല്ല ആരും വിട്ടതല്ല. ഒന്നും ചെയ്യില്ല. ഷിബി ഡോർ ഇറക്ക്. ഞാൻ ഡോക്ടറാ. എന്തിനാ? ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വന്ന ഡോർ ഇറക്ക്. എല്ലാരും പിടിക്കരുത്. എല്ലാരും പിടിക്കൊന്നുമില്ല. ഷിബി ഡോർ ഇറക്ക്. ഷിബു എന്താ എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. ഷിബു ലൈറ്റ് ലൈറ്റ് ഒന്നും ലൈറ്റ് എന്താ? എനിക്ക് വീട്ടിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്ക് വീട്ടിൽ പോണം. 2 ദിവസമായില്ല ഭക്ഷണം മക്കളെ എനിക്ക് വീട്ടിൽ പോണം. വെള്ളം എനിക്ക് വരാം. ഷിബു ലൈറ്റ് ഇടട്ടെ? ലൈറ്റ് വേണ്ട ഡോക്ടറെ, ലൈറ്റ് വേണ്ട. എനിക്ക് ലൈറ്റ് മതി. വെള്ളം വേണം ഡോക്ടറെ. എനിക്ക് ഭാര്യ അമ്മയും കാണണം. ഭക്ഷണം തരുമോ? വിശക്ക ഡോക്ടറെ എനിക്ക് വിശക്കുന്നു ഡോക്ടർ. ആ സാർ. പിന്നെ എന്താ സാർ? ലൈറ്റ് ഇടാ സാർ. ഞാൻ ലൈറ്റ് ഇട്ടിരുന്നത്. ഒന്നുമില്ല സാർ. വീട്ടിൽ പോകാൻ പറ്റുമോ സാർ? എടുക്കാനായി സാർ. കുഴപ്പമില്ല. കൈ വേറെ ഒന്നുമില്ല സാർ. ഞാൻ പിടിക്കും. കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ സാർ? വീട്ടിൽ പോകാൻ പറ്റുമോ സാർ? വീട്ടിൽ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാർ അല്പം കഴിക്കാൻ പറ്റുമോ? അല്പം കഴിക്കാം. പിന്നെ കുറച്ച് നാൾ കഴിയട്ടെ. ആണോ? ഓക്കെ സാർ. അപ്പൊ 5 ദിവസമായി സാർ. വീട്ടിൽ എല്ലാരും ഒന്ന് കാണണം. നമുക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകുന്ന പോലെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാർ. ഉറങ്ങി സാർ. ഷിബു സാർ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ സാർ. ഒരു ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തിലോട്ട് വന്ന ഒരു അനുഭവം. നന്ദിയുണ്ട് സാർ. കാരണം ഇത്രയൊരു മദ്യപാനത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. 20 വർഷത്തെ ഒരു അടിമത്താണ് സാറ് മാറ്റിയത്. ഹോസ്പിറ്റലിനോടും സാറിനോടും അതിയായ നന്ദിയുണ്ട് സാർ. ഇനി എന്തെങ്കിലും ഞാൻ ജോലിക്ക് പോകാൻ പറ്റുമോ സാർ? ഞാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ഷിബു പഴയ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങണം. ഇന്ന് മാത്രമല്ല, ഇതാണ് ശരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ഈ 7 ദിവസം കൊണ്ട് കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷിബു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കിവിടെ തിരിച്ചൊന്ന് വന്ന് കാണേണ്ട ആവശ്യമുണ്ട്. കുറച്ച് നാള് മരുന്നുകളും എടുക്കേണ്ടതായിട്ട് തന്നെ വരും. എടുക്കാം സാർ. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ മരുന്നൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് ഷിബുവിനെ ഫുള്ളി നോർമലാക്കി തന്നെ നമുക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. സാറേ, കുറച്ച് കാര്യങ്ങൾ ഈ കൂട്ടുകെട്ടൊക്കെ ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ച്. ഈ മദ്യപാനത്തിലേക്ക് വരുന്ന കുറെ കൂട്ടുകെട്ടുകളുണ്ട്. എല്ലാ കൂട്ടുകെട്ട് ഒഴിവാക്കി ഇനി ഒരു കുടുംബം, ഭാര്യ, കുട്ടി എന്നുള്ള ലെവലിൽ മാത്രം ഇരിക്കാൻ വിചാരിക്കുന്നു സാറേ. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ സഹായം ഇനിയും വേണം. പറഞ്ഞ പോലെ ഞാൻ അതൊക്കെ ചെയ്യുന്നതാണ് സാറേ. എല്ലാം കൂടെ നന്ദിയുണ്ട് സാറേ. നന്ദിയുണ്ട്. ഓക്കെ ഷിബു. താങ്ക് യു.